ഹലോ ഫ്രണ്ട്സ് ആൻഡ് ബികോർ ഫാമിലി മെമ്പേഴ്സ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗോൾഡിന്റെ ഒരു പ്രീ മാർക്കറ്റ് അനാലിസിസ് ആണ്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം $3 ട്രില്യൺ ആണ് മാർക്കറ്റിൽ നിന്ന് വൈപ്ഡ് ഔട്ട് ആയത്. അതായത് $3 ട്രില്യൺ ലോസ് ആണ് ഫോറക്സ് മാർക്കറ്റിൽ ഉണ്ടായിരിക്കുന്നത്, ഗോൾഡിൽ ഉണ്ടായിരിക്കുന്നതെന്ന് പറയുന്നത്. എനിക്ക് പേഴ്സണലി അറിയാവുന്ന പരിചയമുള്ള പല ട്രേഡേഴ്സിന്റെയും പ്രൊഫഷണൽ ട്രേഡേഴ്സിന്റെയും ക്യാപിറ്റൽ വരെ വൈപ്ഡ് ഔട്ട് ആയിരിക്കുന്നു. പക്ഷേ പ്രോപ്പറായിട്ട് റിസ്ക് മാനേജ്മെന്റ് ഫോളോ ചെയ്തിട്ടുള്ള ഒരു വ്യക്തികൾക്ക് പോലും അവരുടെ ക്യാപിറ്റൽ നഷ്ടപ്പെട്ടിട്ടില്ല, അവർക്കത് പ്രൊട്ടക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. സോ ഓൾവേസ് ട്രേഡ് ബൈ പ്രൊട്ടക്ടിങ് യുവർ ക്യാപിറ്റൽ. ഇനി എന്തുകൊണ്ടാണ് ഗോൾഡ് കഴിഞ്ഞ ദിവസം വലിയൊരു ഫോള് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്? ഒരു ഹെവി ഫോൾ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. നമുക്കറിയാം ഒരു 800 പിപ്പ് 900 പിപ്പിൻ്റെയൊക്കെ ഫോളാണ് നമുക്ക് കഴിഞ്ഞ ദിവസം കാണാനായിട്ട് പറ്റിയത്. എന്തുകൊണ്ടാണ് ആ ഫോൾ വന്നത്? കഴിഞ്ഞ ദിവസം ആ ഒരു ന്യൂസ് കേട്ടതിന് ശേഷമാണ് ആ ഒരു ഫോള് നമുക്ക് ഉണ്ടായിരിക്കുന്നത്. സോ എന്താണ് ഈ ന്യൂസ്? ഇതെങ്ങനെയാണ് സംഭവിച്ചത്? ടെക്നിക്കലി കഴിഞ്ഞ ദിവസത്തെ വീഡിയോസ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. ഈ ഒരു ഫോള് നമ്മൾ ഓൾറെഡി എക്സ്പെക്റ്റഡ് ആയിരുന്നു. ഈ ഒരു ഫോള് നമ്മൾ ഓൾറെഡി ഗ്രൂപ്പിൽ മെൻഷൻ ചെയ്തതായിരുന്നു, നമ്മുടെ യൂട്യൂബ് വീഡിയോസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ താരിഫ് പ്ലാനിൽ US-ഉം ചൈനയും ഒരു ട്രേഡ് വാർ നടക്കുമോ എന്നുള്ള ഭയത്തിലാണ് ഏറ്റവും കൂടുതൽ സെല്ലിങ് ഇവിടെ നടന്നിരിക്കുന്നതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയൊരു ഫോള് നടന്നുകൊണ്ടിരിക്കുന്ന ടൈമായിരുന്നു. സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയൊരു ഫോൾ നടന്നപ്പോൾ പല വ്യക്തികളും ഈ ഒരു ഏരിയയിൽ സെല്ല് ചെയ്തിട്ട് അവരുടെ സ്റ്റോക്ക് മാർക്കറ്റ് ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഗോൾഡിലുള്ള എമൗണ്ട് അതിൽ ഈ പറയുന്ന സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് മറ്റൊരു റീസണാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഗോൾഡ് ഒരു ഹിസ്റ്റോറിക്കൽ ഓൾ ടൈം ഹൈയിൽ നിൽക്കുന്നൊരു റേഞ്ചാണിത്. ഈ ഒരു റേഞ്ചിൽ മാർക്കറ്റ് മേക്കേഴ്സ് അവരുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത ഒരു ഫോളും കൂടെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റി. ഈ ഒരു ന്യൂസിനെ ആസ്പദമാക്കി, ഈ ഒരു ന്യൂസിനെ ടൂളാക്കി, ആ ഒരു ന്യൂസ് വന്നപ്പോൾ തന്നെ മാർക്കറ്റ് മേക്കേഴ്സ് അവരുടെ ഇൻവെസ്റ്റ്മെന്റ്സ് സെല്ല് ചെയ്യാനുണ്ടായത്. ബട്ട് നമ്മളുടെ ഏറ്റവും വലിയ പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞത്, നമുക്ക് ടെക്നിക്കലി ഈ കാര്യങ്ങൾ തിരിച്ചറിയാനായിട്ട് പറ്റും. എത്ര വലിയ ഫണ്ടമെന്റൽ റീസൺസ് ഉണ്ടെങ്കിൽ പോലും നമുക്കിതിന്റെ ടെക്നിക്കൽ റീസൺസ് അറിയാൻ പറ്റും. അതിന്റെ എക്സാമ്പിൾ ആണ് കഴിഞ്ഞ ദിവസം ഞാൻ പോസ്റ്റ് ചെയ്ത വീഡിയോ. കഴിഞ്ഞ വീഡിയോയിൽ April 2 പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഫസ്റ്റ് ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് താഴേക്ക് ഫോൾ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നത് പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് കയറി ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ നമുക്ക് നോക്കാം കഴിഞ്ഞ ദിവസം എന്താണ് സംഭവിച്ചത്, അടുത്ത ദിവസങ്ങളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇത് ഞാൻ എടുത്തിരിക്കുന്ന ഒന്ന് ഓണ്ടയുടെ ചാർട്ടാണ്, ഒന്ന് forex.com-ന്റെ ചാർട്ടാണ്. ഈ രണ്ട് ചാർട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തോരം മാനിപ്പുലേഷൻ ആണ് കഴിഞ്ഞ ദിവസം നടന്നിരിക്കുന്നത് എന്നുള്ളത്. അതായത് ഫസ്റ്റ് ലോ ഈ പറയുന്ന ഏരിയ, അതായത് ഒരു 3101 എന്ന് പറയുന്ന ഒരു ഏരിയ ബ്രേക്ക് ചെയ്താൽ, ഞാൻ കഴിഞ്ഞ ദിവസം കൂടെ പറഞ്ഞിരുന്നതാണ്, ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു ടെമ്പററി ബിയറിഷിലേക്ക് വരും എന്ന് ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുള്ളതായിരുന്നു. ഇപ്പോൾ ഈ രണ്ട് ചാർട്ട് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. മാനിപ്പുലേഷൻ്റെ റേഞ്ച് നിങ്ങളെ മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഈ റേഞ്ച് ഇവിടെയും സെയിം റേഞ്ച് തന്നെയാണ്. ഇത് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ടെമ്പററി ലോ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. അതുപോലെ തന്നെ മാർക്കറ്റ് അത് സംഭവിച്ചിരിക്കുന്നു. ഈ റേഞ്ച് ബ്രേക്ക് ചെയ്താൽ ഓവാണ്ട എന്ന് പറയുന്ന ചാർട്ടിൽ ഇവിടെ ഒരു പുൾ ബാക്ക് മിസ്സിംഗ് ആണ്. അതേപോലെ ഫോറക്സ് മാർക്കറ്റിലാണെങ്കിലോ ഇവിടെ ഒരു പുൾ ബാക്ക് അവൈലബിൾ ആണ്. ഇത് ബ്രോക്കേഴ്സിന്റെ മാനിപ്പുലേഷൻ ആണോ എന്താണെന്ന് അറിയില്ല, പക്ഷേ ഞാൻ രണ്ട് മാർക്ക് ചെയ്തു. ഈ ഒരു ഏരിയയിലാണ് ഗോൾഡ് forex.com-ൽ വരേണ്ടത്. അറ്റ് ദ സെയിം ടൈം ഓവാണ്ട ചാർട്ട് നോക്കുമ്പോൾ, മറ്റൊരു ബ്രോക്കറിൽ നോക്കുമ്പോൾ ഈ ഒരു ഏരിയയിലാണ്, അല്ലെങ്കിൽ ഈ മെൻഷൻഡ് ഏരിയ എന്ന് പറയുമ്പോൾ 3061 തൊട്ട് 3033 വരെയൊക്കെയാണ് നമുക്ക് വരേണ്ടതെന്ന് പറയുന്നത്. ഇൻ കേസ് ഈ ഒരു റേഞ്ച് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ, ഈ ഒരു സോൺ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ അടുത്ത വരാൻ സാധ്യത ഉള്ള റേഞ്ച് എന്ന് പറയുന്നത് ദിസ് ക്യാൻഡിലാണ്. ഈ ഒരു സോണാണ് വരാനായിട്ടുള്ള സാധ്യത എന്ന് പറയുന്നത്. ഇറ്റ്സ് അനദർ ഡിമാൻഡ് സോൺ, അതായത് 3027-നും 3012-നും ഇടയിൽ. ഓക്കെ, അതേപോലെ ഈ ഒരു ഏരിയയിലും അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കാണാൻ പറ്റും. സെയിം റേഞ്ചിൽ തന്നെയാണ് നമുക്ക് ഒരു ഡിമാൻഡ് സോൺ വന്നിരിക്കുന്നത്, 3024, 3011. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഫിബിന്റെ ഹെൽപ്പോട് കൂടി നോക്കുമ്പോൾ ഈ ലോയിൽ നിന്ന്, അതായത് പ്രീവിയസ് ലോയിൽ നിന്ന് ഹൈയിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഗോൾഡൻ സോണും ഓർഡർ ബ്ലോക്കും സെയിം റേഞ്ചിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാർട്ട് നമുക്ക് വിശ്വസിക്കാം എന്ന് നമുക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റും. കാരണം വേറൊന്നും കൊണ്ടല്ല, ഗോൾഡൻ സോണും ഓർഡർ ബ്ലോക്കും ഒരുമിച്ച് വരുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ഓവാണ്ടയുടെ ചാർട്ടിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇവിടുന്ന് ലോയിൽ നിന്ന് ഹൈയിലേക്ക് കൊടുത്തപ്പോൾ ഇവിടുത്തെ ഓർഡർ ബ്ലോക്ക് മാച്ച് ആവുന്നില്ല. പക്ഷേ എന്തോ ആയിക്കോട്ടെ, നമ്മൾ forex.com നോക്കിയാലും നമ്മൾ ഈ പറയുന്ന ഓവാണ്ട നോക്കി കഴിഞ്ഞാലും ഫിബ് സോൺ എപ്പോഴും പ്രോപ്പറായിട്ട് വർക്ക് ആവേണ്ടതാണ്.
സോ എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇത് നമ്മുടെ ഫിബ് സോൺ പ്ലസ് ഗോൾഡൻ സോൺ ആണ്. മാർക്കറ്റ് ഫസ്റ്റ് ലോ ബ്രേക്ക് ചെയ്തു. ആഫ്റ്റർ ബ്രേക്കിംഗ് ദ ഫസ്റ്റ് ലോ, ഈ ഏരിയയിൽ ഞാൻ മെൻഷൻ ചെയ്ത ഏരിയയിൽ വന്ന് ഗോൾഡ് ടാപ്പ് ചെയ്തു. ടാപ്പ് ചെയ്തതിന് ശേഷം എന്താ സംഭവിച്ചതെന്ന് നമുക്ക് ജസ്റ്റ് 1 hour ടൈം ഫ്രെയിമിൽ പോയി നോക്കാം. ഗോൾഡ് അവിടെ ടാപ്പ് ചെയ്തു. ഈ ഒരു ഫോളിൽ ഫിബ് സീക്വൻസ് വെച്ച് നോക്കുമ്പോൾ ദിസ് മെൻഷൻഡ് ഏരിയ 3146.297, ഞാൻ അവിടെ ഒരു ഓറഞ്ച് ലൈൻ കൊടുക്കാം, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഓറഞ്ച് ലൈൻ കൊടുക്കാം. ദിസ് ഈസ് ദ ലൈൻ. ഇത് അടുത്ത സോണാണ്. ഇനി നമ്മളിവിടെ ഒരു ബ്ലോക്ക് പോലെ നമുക്ക് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് വയ്ക്കാം, കാരണം നിങ്ങൾക്ക് അറിയാനായിട്ട് വേണ്ടി, നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി. ഈ ഒരു ഏരിയയാണ് നെക്സ്റ്റ് റിജക്ഷൻ സോൺ വരുന്നത്. സോ മാർക്കറ്റ് ഇവിടെ ടാപ്പ് ചെയ്തു. ടാപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ എക്സ്പെക്ട് ചെയ്തത് മാർക്കറ്റ് പോകുന്ന റേഞ്ച് ഫ്രം ഹിയർ ടു ഹിയർ, ഇവിടം വരെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നത്. അതായത് ഏകദേശം 662 പിപ്പ്, 6629 എന്ന് പറയുന്നത് 666 പിപ്പ് മൂവ് ചെയ്യുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. മാർക്കറ്റ് അതിനുശേഷം എന്താ ചെയ്തെന്ന് നോക്കാം. പെർഫെക്റ്റ് ആയിട്ട് വന്ന് നമ്മളുടെ ഫിബ് സോണിൽ, ഗോൾഡൻ സോണിൽ വന്ന് ടാപ്പ് ചെയ്യാൻ ഉണ്ടായത്. ഈ ടാപ്പ് ചെയ്ത സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു സെൽ സോണാണ്. മാർക്കറ്റ് അതിനുശേഷം മാർക്കറ്റ് വീണ്ടും അവിടെ പോയി ടാപ്പ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. മുകളിൽ പോയി ടാപ്പ് ചെയ്തു. ടാപ്പ് ചെയ്തതിനു ശേഷം ഒരു വലിയ റിജക്ഷനോട് കൂടി ഇവിടെ നിന്നാണ് ന്യൂസ് ഉണ്ടായിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഫണ്ടമെന്റൽ അനാലിസിസ് നോക്കുന്നതിനോടൊപ്പം ടെക്നിക്കൽ അനാലിസിസ് പഠിച്ചു കഴിഞ്ഞാൽ ആ സോൺസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ന്യൂസ് വന്ന ടൈം ഫ്രൈഡേ 4th April നിങ്ങൾക്ക് താഴെ കാണാനായിട്ട് സാധിക്കും. അവിടുന്ന് ഒരു വലിയ ഫോള് വന്നു. ഫോള് വന്നതിന് ശേഷം 4 hours നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഫോള് വന്നതിന് ശേഷം നേരെ പോയിട്ട് ഈ ഒരു ഓർഡർ ബ്ലോക്ക് ചുരുക്കാം. ഇതായിരുന്നു ഫസ്റ്റ് റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഈ റേഞ്ചിലാണ് നമ്മൾ ബൈ ചെയ്തത്. ഇവിടെ നമ്മുടെ ടീം മെമ്പേഴ്സ് ഒരുപാട് പ്രോഫിറ്റ് എടുത്തിരുന്നു. അതിനുശേഷം ഒരുപാട് പേര് ഈ ഒരു ഏരിയയിൽ അത് സെല്ലും ചെയ്ത് പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മെൻഷൻഡ് ഏരിയ, നിലവിൽ ഇപ്പോൾ ഗോൾഡ് വന്ന് നിൽക്കുന്നത് ഈ മെൻഷൻഡ് ഏരിയ ആണ്. അതായത് 3028, 497, 3012, 178 ഈ റേഞ്ചിൽ ഗോൾഡ് എത്തി നിൽക്കുന്നു. ഈ റേഞ്ചിൽ ഗോൾഡ് എത്തി നിൽക്കുമ്പോൾ അടുത്ത ക്യാൻഡിൽ നമുക്ക് നോക്കാം. ഒരു ഗ്രീൻ ക്യാൻഡിൽ നമുക്ക് അവിടെ ഫോം ആയിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ മാർക്കറ്റിന്റെ ഒരു മൂവ്മെന്റ് മനസ്സിലാക്കേണ്ടത്. ഈ ഒരു എക്സ്ട്രീം ഓർഡർ ബ്ലോക്കിൽ മാർക്കറ്റ് നിൽക്കുമ്പോൾ മാർക്കറ്റ് ഒരു ടെമ്പററി ബുള്ളിഷ് എങ്കിലും നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. ഏതുവരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിനിമം ഈ ഒരു റേഞ്ച് വരെ. അതിന്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 3168. ബട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വലിയ ഫോൾ, മാർക്കറ്റ് വലിയൊരു ഫോളിലാണ് ഇപ്പൊ നിലവിൽ നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മൾ സേഫ് സോണിനായിട്ട് നമ്മുടെ ഫിബ് റേഞ്ചും കൂടെ നോക്കുന്നത് വളരെ ഉചിതമായിരിക്കും. ഫിബ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ നെക്സ്റ്റ് വരുന്ന ഒരു സെൽ സോൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സപ്ലൈ സോൺ എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ചാണ്. 3001,111. ഞാൻ അതിനെ ഒരു റെഡ് ആയിട്ട് കൊടുക്കാം, കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി റെഡ് ആയിട്ട് കൊടുക്കുകയാണ്. ടു ഈ ഒരു റേഞ്ച്, ദാറ്റ് ഈസ് ഗോൾഡൻ സോണിന്റെ അടുത്ത റെഡ് റേഞ്ച് ആണ് ഞാൻ കൊടുക്കുന്നത്. എന്നിട്ട് ഞാനിപ്പോൾ ഫിബ് ഡിലീറ്റ് ചെയ്യാണ്. ഈ പ്രീവിയസ് ഓർഡർ ബ്ലോക്ക് നിങ്ങൾ കണ്ടതുകൊണ്ട് തന്നെ ഞാൻ അതിനെ ഡിലീറ്റ് ചെയ്യുന്നു. മാർക്കറ്റിന്റെ ഇനിയുള്ള സാധ്യത എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ, ഞാൻ ഈ മെൻഷൻ ചെയ്തിരിക്കുന്ന ഈ സോൺ മാർക്കറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. മാർക്കറ്റ് വന്നതിന് ശേഷം മാർക്കറ്റ് വേറെ ഫണ്ടമെന്റൽ റീസൺസ് ഒന്നും ഇല്ല എങ്കിൽ മാർക്കറ്റ് കുറച്ച് മുകളിൽ പോയി ഈ 3062 to 3028 ഒരു റിജക്ഷൻ സോണും കൂടെ ആയിട്ട് കാണണം. കാരണം ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഓർഡർ ബ്ലോക്ക് അത് ബ്രേക്ക് ആയതുകൊണ്ട് അതൊരു സപ്ലൈ സോണായിട്ട് ആക്ട് ചെയ്യും. ബട്ട് ഇവിടെ നമുക്ക് സപ്പോർട്ട് നിലനിർത്താൻ പറ്റിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഇവിടുന്ന് സപ്പോർട്ട് എടുത്ത് നേരെ ഇവിടെ പോവുകയും, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇവിടെ വാങ്ങിയ വ്യക്തികളാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ബ്ലോക്കിലൊക്കെ വാങ്ങിയ വ്യക്തികളാണ്, ഹോൾഡ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് സേഫ് ആയിട്ട് എക്സിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഈ മെൻഷൻഡ് ഏരിയ 3136 to 3111 എന്ന് പറയുന്നത്. സേഫ് ആയിട്ട് പൈസ സേഫ് ആക്കിയിട്ട് നമുക്ക് എക്സിറ്റ് ആക്കാൻ പറ്റും. സെല്ല് ചെയ്തതിനു ശേഷം മാർക്കറ്റ് മുകളിൽ പോവാണ്, ട്രേഡ് ക്ലോസ് ചെയ്തതിനു ശേഷം മാർക്കറ്റ് മുകളിൽ പോവാണ്. പോയതിനു ശേഷം വീണ്ടും താഴേക്ക് ഇവിടെ വന്നൊരു സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ പിന്നീട് മാർക്കറ്റ് ബുള്ളിഷ് ആയിരിക്കും, ഡെഫിനറ്റ്ലി, നോ ഡൗട്ട് ഇൻ ദാറ്റ്. പക്ഷേ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്തില്ല, ഈ ഒരു സോണിനകത്ത് തന്നെ മാർക്കറ്റ് ഫോൾ ആവുകയാണെങ്കിൽ, മാർക്കറ്റ് താഴേക്ക് ഈ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, ദാറ്റ് മീൻസ് ദിസ് ലോ, ഈ പറയുന്ന 2,999.319 എന്ന് പറയുന്ന ഏരിയ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഡെയിലി ഇൻഡ്യൂസ്മെന്റ് ഏരിയ ബ്രേക്ക് ചെയ്ത പോലെയാണ്. ഫോർ എക്സാമ്പിൾ നെക്സ്റ്റ് ചാർട്ടിൽ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഡെയിലി ചാർട്ടിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ഡെയിലി ചാർട്ടിൽ പോയി കഴിഞ്ഞാൽ, ഐ മീൻ ദിസ് ലോ, 4 hours ലോ എന്ന് പറയുന്നത് ഈ ഒരു ലോ ആണ്.
ഓക്കെ, നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന സെയിം ലോ ആണ് ഈ ഒരു ലോ എന്ന് പറയുന്നത്. ഈ ഒരു ലോ നമ്മൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് പറയുന്നത്, സി ഐ വിൽ ഷോ യു ഹൗ ദിസ് വർക്ക്സ്. ഈ ഒരു ലോ നമുക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3000-2999 എന്ന് പറയുന്ന ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സപ്പോർട്ടിംഗ് ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ മാത്രമേ ഉള്ളൂ. ദിസ് ഈസ് ദ സോൺ. ഡെയിലി മാർക്കറ്റിൽ ഇതാണ് സോൺ എന്ന് പറയുന്നത്. ഞാനന്ന് മാർക്ക് ചെയ്യാം. ഫ്രം 2934.13 ടു 2880.30. ഇതിനെ ഞാനൊരു ഗ്രീൻ സോൺ ആയിട്ട് കൊടുക്കാം. ഓക്കെ, ഒരു ഗ്രീൻ സോൺ ആയിട്ട് കൊടുക്കാം. ഇതൊരു ബൈ റേഞ്ച് ആണ്, ഹൈലി ബൈയിങ് നടക്കാൻ പോകുന്ന ഒരു റേഞ്ച് ആണ് ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിനെ എങ്ങനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഡെയിലി ആ ഒരു ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫിബ് സോൺ നമ്മൾ മാർക്ക് ചെയ്ത് നോക്കുമ്പോൾ എക്സാക്ട്ലി നമുക്കിവിടെ ഒരു ഗോൾഡൻ സോണും കൂടെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഒരു ഗോൾഡൻ സോണും കൂടെ നമുക്ക് കാണാൻ പറ്റുന്നു. ഗോൾഡൻ സോൺ പ്ലസ് നമ്മുടെ ഓർഡർ ബ്ലോക്കും കൂടെ മാച്ച് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹൈ ബൈയിങ് നടക്കാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പൊ ഫിബ് സോൺ ഇവിടം വരെ ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഈ ബൈയിങ് സോൺ വേണമെങ്കിൽ ഇങ്ങോട്ടും കൂടെ നമുക്ക് കൊടുക്കാം. അപ്പൊ ഈ ഒരു റേഞ്ച് തൊട്ട് ഒരു ബൈയിങ് സോൺ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കണക്കിലാക്കാം. അപ്പോൾ ഇതാണ് ഗോൾഡിന്റെ അനാലിസിസ് എന്ന് പറയുന്ന ഡെയിലി ടൈം ഫ്രെയിമിൽ. മാർക്കറ്റ് ഇവിടുന്ന് താഴെ വന്ന് ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ ഡെയിലി ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് ഹെവി ആയിട്ട് മേളോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. കാരണം ഇവിടെയാണ് മെയിൻ ലിക്വിഡിറ്റി ഉള്ളത്. പക്ഷേ നിലവിലത്തെ കണ്ടീഷനിൽ ഗോൾഡ് 4 അവേഴ്സിന്റെ ഈ എക്സ്ട്രീം ഓർഡർ ബ്ലോക്കിലാണ്. ഇവിടുന്ന് എന്ത് സംഭവിക്കും എന്നുള്ളത് നമ്മൾ നോക്കി കാണേണ്ടതായിട്ടുണ്ട്. അതായത് മാർക്കറ്റ് ഇവിടുന്ന് ഈ ഒരു റിജക്ഷനിൽ താഴെ വരുമോ, അല്ലെങ്കിൽ ഈ ഒരു ഓർഡർ ബ്ലോക്ക് ബ്രേക്ക് ചെയ്തിട്ട് ഈ ഒരു സപ്ലൈ സോണിൽ നിന്ന് താഴെ വരുമോ, അല്ലെങ്കിൽ ഈ ഒരു സപ്ലൈ സോൺ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഇവിടെ സപ്പോർട്ട് എടുത്ത് മുകളിൽ പോകുമോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. നിങ്ങൾ സൈക്കോളജി യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യാൻ പഠിക്കുക ഫ്രണ്ട്സ്. മാർക്കറ്റിലെ അനാലിസിസ് മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മാർക്കറ്റ് എവിടെ വരെ വരും, എവിടെ നിന്ന് റിയാക്ട് ആവും, എവിടെയാണ് സപ്ലൈ സോൺ, എവിടെയാണ് ഡിമാൻഡ് സോൺ എന്ന് മാത്രമാണ് നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റുക. പക്ഷെ അവിടെ എങ്ങനെ നിങ്ങൾ ട്രേഡ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ സൈക്കോളജിക്കലിയാണ് നിങ്ങൾ തീരുമാനിക്കേണ്ടത്. നല്ലൊരു ട്രേഡറിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരുപാട് കാശുണ്ടാക്കുക, ട്രേഡ് ചെയ്ത് ഒരുപാട് കാശുണ്ടാക്കുക എന്നുള്ളതല്ല. നല്ലൊരു ട്രേഡറിന്റെ ക്വാളിറ്റി തൻ്റെ ക്യാപിറ്റൽ ഇനീഷ്യലി പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ നല്ലൊരു ട്രേഡറിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് നിങ്ങളൊരു 5000 അല്ലെങ്കിൽ $10,000 വെച്ച് ട്രേഡ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ എനിക്ക് ഡെയിലി ഇത്ര പെർസെൻറ്റേജ് മതി എന്നുള്ളൊരു തീരുമാനം നിങ്ങൾക്ക് എടുക്കാൻ പറ്റണം. ഒരു $5000 വെച്ച് ട്രേഡ് ചെയ്യുമ്പോൾ എനിക്കൊരു $250 അല്ലെങ്കിൽ $200 മതി എന്ന് നിങ്ങൾ തീരുമാനിക്കാൻ സാധിക്കണം. എനിക്കറിയാവുന്ന പല വ്യക്തികളും ഈ ഒരു ഏരിയയിൽ നമ്മൾ ഗ്രൂപ്പിൽ പറഞ്ഞതിന് ശേഷം ഈ ഒരു ഏരിയയിൽ വാങ്ങി ഈ ഒരു ഏരിയ വരെ ഏകദേശം ഒരു $1,500 പ്രോഫിറ്റ് എടുത്തു. അത് സൂപ്പർ സ്കാൽപ്പിംഗ് വഴിയാണെങ്കിലും അല്ലാതെ നമ്മുടെ ഡേ ട്രേഡിംഗ് വഴിയാണെങ്കിലും ഒരുപാട് പേര് പ്രോഫിറ്റ് എടുത്തു. പക്ഷേ ഇനിയും വേണം എന്നുള്ള ആഗ്രഹത്തിൽ അവർ ഈ ഒരു ഏരിയസിലും ബൈ ട്രേഡ് പ്ലേസ് ചെയ്യുകയും അതിനുശേഷം അത് താഴെ വരികയും ഉണ്ടായി. ലക്കിലി അക്കൗണ്ട് സേഫ് ആണ്, കാരണം ക്യാപിറ്റൽ ഉള്ളത് കൊണ്ട് അക്കൗണ്ട് സേഫ് ആണ്. പക്ഷേ ഓവർ ട്രേഡിംഗ് നമ്മൾ ചെയ്യാൻ പാടില്ല. അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം. നമുക്കൊരു ലിമിറ്റ് വേണം. ഇപ്പൊ ഈ ഒരു ഏരിയയിൽ ബൈ സോൺ ആണ്, നമുക്ക് ഇവിടെ വാങ്ങാം, കുഴപ്പമില്ല. കാരണം മാർക്കറ്റ് ഈ ഒരു ക്യാൻഡിൽ ഒരു IFC ക്യാൻഡിൽ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫണ്ടിങ് ക്യാൻഡിലായിട്ട് തന്നെ ക്ലോസ് ആവുകയാണെങ്കിൽ അടുത്ത ദിവസം നമുക്ക് ഒരു മൂവ്മെന്റ് ഇതാ ഇങ്ങനെ വന്ന് ഒരു നല്ലൊരു മൂവ്മെന്റ് മുകളിലോട്ട് നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് മാത്രമാണ് ഇപ്പോൾ പറയാൻ സാധിക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു സേഫ് എക്സിറ്റിൽ നിങ്ങൾ പുറത്തിറങ്ങുക. അതിനുശേഷം അടുത്ത അപ്ഡേറ്റ് കിട്ടിയതിന് ശേഷം മാത്രം നിങ്ങൾ ട്രേഡ് സ്റ്റാർട്ട് ചെയ്യുക. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ദിസ് ഈസ് മൈ പ്രീ മാർക്കറ്റ് അനാലിസിസ്. വളരെ ശ്രദ്ധിച്ച് ട്രേഡ് എടുക്കുക. നിങ്ങളുടെ ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്ത് ട്രേഡ് എടുക്കുക. ഒരുപാട് വെൽത്തും ഒരുപാട് വെൽനെസ്സും ഹാപ്പിനെസ്സും എല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്.